ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ഉഷ്ണതരംഗത്തിൽ വെന്തുരുകുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. വേനൽ ചൂട് മുൻപില്ലാത്ത വിധം ആളിപ്പടരുമ്പോൾ ഫ്രാൻസും സ്പെയിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മരണസംഖ്യ കുതിച്ചുയരുകയാണ്. ഫ്രാൻസിൽ മാത്രം ഇതിനകം 2000-ലേറെ ജീവനുകളാണ് ഉഷ്ണതരംഗം കവർന്നത്. കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണിതെന്നാണ് ഫ്രഞ്ച് ആരോഗ്യമന്ത്രി സ്റ്റീഫാനി റിസ്റ്റ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയും മന്ത്രി പങ്കുവയ്ക്കുന്നു. വെറും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ രാജ്യത്തെ മരണനിരക്കിൽ 29% വർധനവാണ് രേഖപ്പെടുത്തിയത്. കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. ജൂൺ പകുതിയോടെ 6900-അടുത്തായിരുന്ന മരണസംഖ്യ തൊട്ടടുത്ത ആഴ്ച 9000-ലേക്ക് അടുത്തു. പ്രായമായവരെയാണ് ഈ ചൂട് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർ താമസിക്കുന്ന കെയർ ഹോമുകളിൽ മരണനിരക്ക് 37%, ആശുപത്രികളിൽ 20% വർദ്ധിച്ചു. തലസ്ഥാനമായ പാരീസിലെ കാഴ്ചകൾ അതിദയനീയമാണ്. നഗരത്തിലെ മോർച്ചറികൾ ഒന്നുപോലും ഒഴിവില്ലാതെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ സംസ്കാര ശുശ്രൂഷകൾ നടത്താൻ പോലും ബന്ധുക്കൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. കടുത്ത ചൂട് കാരണം ഹൃദയാഘാതം, നിർജ്ജലീകരണം, വൃക്ക തകരാറുകൾ എന്നിവ ബാധിച്ച് പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ അഭയം തേടുന്നത്. ഫ്രാൻസിൽ മാത്രമല്ല, അയൽ രാജ്യമായ സ്പെയിനിലും ഉഷ്ണതരംഗം 1000-ലധികം പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് യൂറോപ്പിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടിയാൽ യൂറോപ്പ് കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ നാടകീയ നീക്കങ്ങൾ. ഇസ്രായേൽ US സഖ്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് പരക്കെ അഭ്യൂഹമുണ്ടായിരുന്ന മുൻ പ്രതിരോധ മന്ത്രി അഹമ്മദ് വാഹിദി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരി 8-ന് ശേഷം ഇന്നുവരെ ലോകം അഹമ്മദ് വാഹിദിയെ കണ്ടിരുന്നില്ല. ശത്രുക്കളുടെ ആക്രമണത്തിൽ വാഹിദി കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ ശക്തമായി പ്രചരിക്കുന്നതിനിടയിലാണ് എല്ലാ അഭ്യൂഹങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഖമനേയിയുടെ സംസ്കാര ചടങ്ങിലേക്ക് അദ്ദേഹം നേരിട്ടെത്തിയത്. ഇറാന്റെ സൈനിക ഭരണ നേതൃത്വത്തെ സംബന്ധിച്ച് ഈ സാന്നിധ്യം വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അതേസമയം ഖമനേയിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതോടെ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലാപയാത്രകൾക്കാണ് തുടക്കമാകുന്നത്. ഇറാനിലെയും ഇറാഖിലെയും 5 പ്രധാന നഗരങ്ങളിലൂടെ കടന്നുപോകുന്ന വിലാപയാത്രയിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ടെഹ്റാനിലേക്ക് ഒഴുകിയെത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ടെഹ്റാനിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. എന്നാൽ ഈ വൻ ചടങ്ങിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരാളുടെ സാന്നിധ്യമാണ്. ഖമനേയിയുടെ മകനും നിലവിലെ ഇറാന്റെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ US സംയുക്ത വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് സാരമായി പരിക്കേറ്റതായി NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരമാകെയും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിൽ ഒരു കാലിന് നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായ മുജ്തബ അതീവ രഹസ്യമായാണ് ചികിത്സയിൽ കഴിയുന്നത്. യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഇതുവരെ പൊതുവേദികളിൽ വന്നിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് അദ്ദേഹം വിട്ടുനിൽക്കുന്നതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. പശ്ചിമേഷ്യ യുദ്ധക്കെടുതിയിൽ പുകയുന്നതിനിടയിൽ നടക്കുന്ന ഈ സംസ്കാര ചടങ്ങുകൾ ഇറാന്റെ ഭാവി രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.